നമസ്കാരം. ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് ധനം. ഏതൊരു വ്യക്തിയുടെയും മനസമാധാനത്തിന് അനിവാര്യം തന്നെയാണ് ധനസമൃദ്ധമായ ജീവിതം. ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ധനം ഒരു പരിഹാരം ആവുന്ന കാലം കൂടിയാണ് കലികാലം. ധനവുമായി ബന്ധപ്പെട്ട് സനാതനധർമ്മത്തിൽ പറയുന്ന വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് മുപ്പട്ട വെള്ളി. ഒരു മലയാള മാസത്തിലെ ആദ്യ വെള്ളി എന്ന പ്രത്യേകതയും മുപ്പട്ട വെള്ളിക്കുണ്ട്. ഇന്നേ ദിവസം ഗണേശ പ്രീതിയും ലക്ഷ്മി പ്രീതിയും വന്നു ചേർന്നാൽ ധനം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരും, അഥവാ ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്ന് തന്നെ പറയാം. ഇടവത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായ നാളെ എത്ര വലിയ ധനികനോ ദരിദ്രനോ ആയിരുന്നാലും ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ കൈ നിറയെ അഥവാ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ ഉടനെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയോ വന്ന് ചേരുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ അനുകൂലമായി മാറാവുന്നതാണ്. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ലളിത സഹസ്രനാമത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. രാവിലെയും വൈകുന്നേരവും ലളിത സഹസ്രനാമം പാരായണം ചെയ്യുന്നതോ കേൾക്കുന്നതോ ഏറ്റവും ശുഭകരമാണ്. ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിലനിൽക്കുക തന്നെ ചെയ്യും, അഥവാ വന്നു ചേരുകയും കാലാകാലങ്ങളായി നിലനിൽക്കുകയും ചെയ്യും. മഹാലക്ഷ്മി അഷ്ടകം അതോടൊപ്പം ഗണേശ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുകയും ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീടുകളിൽ വന്നു ചേരും. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, വിദ്യാലക്ഷ്മി, കീർത്തിലക്ഷ്മി, വിജയലക്ഷ്മി, രാജലക്ഷ്മി, ഈ 8 ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ മഹാലക്ഷ്മി അഷ്ടകം നടത്തുന്നതിലൂടെ സാമ്പത്തികപരമായ എല്ലാ ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയോ അതിന് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം. വീട്ടിൽ ശാന്തി, സമാധാനം, ഐശ്വര്യം, അഭിവൃദ്ധി എന്നിവ വന്ന് ചേരുവാനും സഹായകരമാണ്, അഥവാ നിലനിൽക്കുക തന്നെ ചെയ്യും. ഏവരെയും അലട്ടുന്നതായ ഒരു പ്രശ്നമുണ്ട്. ഈ സമയങ്ങളിൽ പലരും കടബാധിതരാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഋണമോചനമാണ് ഏവരും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ. കടത്താൽ വലയുന്നവർ ഋണമോചക ഗണപതിയെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ക്ഷിപ്രമായ ഫലം, അതായത് പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് ഫലം വന്നു ചേരും. ഇന്നേ ദിവസം നെയ്വിളക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം ഒരു തിരിയിട്ട നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ഏലക്കയിട്ട നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറെ ശുഭകരമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ സുഗന്ധത്താൽ നെഗറ്റീവ് ശക്തികൾ വരെ ഇല്ലാതായി മാറുന്നു. ആ ശക്തികളുടെ കാഠിന്യം കുറയുകയോ വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. ഞാൻ ഈ പറയുന്ന ചെറിയ ഒരു പരിഹാരം കൂടി ചെയ്യുക. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അല്പം ഉപ്പ് ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിന് മുകളിലായി ഒരു ചിരാത് വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്രകാരം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. 3 ഏലയ്ക്ക കൂടി ഉപ്പിൽ വച്ചതിന് ശേഷം അതിന് മുകളിലായി ചെറിയ ചിരാതിൽ നെയ്വിളക്ക് അഥവാ സാധാരണ വിളക്ക് തെളിയിക്കുക. സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. വടക്ക് ദിശയിലേക്ക് തിരി വരണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. സകലവിധ തടസ്സങ്ങളും ധന തടസ്സങ്ങളും മാറുവാൻ ശുഭകരമാണ്. ലക്ഷ്മി പൂജ നിങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി എന്ന കാര്യവും ഓർക്കുക. ശേഷം ഉപ്പ് ജലത്തിൽ അലിയിച്ച് കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്യുക. കൂടാതെ ഈ സമയം ഏലയ്ക്ക ആരും ചവിട്ടാത്ത ഇടത്ത് ഉപേക്ഷിക്കാവുന്നതുമാണ്. മഞ്ഞൾ ജലത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. വീടിന്റെ 4 വശങ്ങളിലും അതേപോലെ തന്നെ പ്രധാന വാതിലിലും അടുക്കളയിലും തളിക്കണം. ആ കാര്യം ഓർക്കുക. എന്നാൽ വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക. ഇനി അഥവാ മഞ്ഞൾ നിങ്ങൾക്ക് തളിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ
ഉപ്പ് ജലമാണ് എങ്കിലും തളിക്കാവുന്നതാണ്. ഈ കാര്യവും ശ്രദ്ധിക്കുക. ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുകയോ ലക്ഷ്മി ദേവി ആ വീടുകളിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യും. ഒരു അല്പം ഉപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പരാമർശിക്കാം. കയ്യിൽ അല്പം ഉപ്പ് നിങ്ങൾ എടുക്കുക. ആഗ്രഹം അത് എന്ത് തന്നെയാണ് എങ്കിലും, ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജോലി, പണം, സന്താനം, വിവാഹം, അങ്ങനെ എന്തും തന്നെ നടന്നു എന്ന രീതിയിൽ, അഥവാ നിങ്ങൾക്കത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. എക്സാമ്പിൾ, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എനിക്ക് ലഭിച്ചു എന്ന് പറയുക. അതിൽ നന്ദി അറിയിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ 3 തവണ പറയുക. നിങ്ങൾ എന്താണോ ആവശ്യം അത് നടന്നു എന്ന രീതിയിൽ 3 തവണ പറയുക. ശേഷം ഈ ഉപ്പ് പ്രധാന വാതിലിന് പുറത്ത് വിതറുക. ആ കാര്യം ഉടനെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാധ്യത അല്പം കൂടി വർദ്ധിക്കും എന്നാണ് വിശ്വാസം. നെഗറ്റീവ് ശക്തികൾക്ക് അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുവാനോ തടസ്സങ്ങൾ വരുത്തുവാനോ ഒരു പരിധിവരെ സാധിക്കില്ല എന്ന കാര്യം ഓർക്കുക. അതിരാവിലെ തന്നെ നിങ്ങൾ ഉണരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കുളിച്ച് പൂജാമുറിയിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുക. വ്രതം എടുക്കുന്നവരുടെ കാര്യമാണ് ഈ പരാമർശിക്കുന്നത്. ശരീരശുദ്ധി, മാനസികപരമായ ശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. ഒരു നേരം മാത്രമേ അരിയാഹാരം പാടുള്ളൂ. അന്നദാനം ഇന്നേ ദിവസം നടത്തുന്നതും തുളസിയിലിട്ട ജലം കുടിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. അഥവാ നിങ്ങൾ പാനം ചെയ്യുക. കൂടാതെ ഇന്നേ ദിവസം പക്ഷിമൃഗാദികൾക്ക് അന്നം നൽകുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. തുടർച്ചയായി 12 മുപ്പട്ട് വെള്ളി വ്രതങ്ങൾ എടുക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും, അഥവാ വർദ്ധിക്കും എന്നാണ് വിശ്വാസം. ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇനി വ്രതം എടുക്കാത്തവരാണ് എങ്കിൽ ആഹാരം ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് അരിയാഹാരം അവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ സാധാരണ എപ്രകാരമാണോ ആഹാരം കഴിക്കുന്നത് അതേപോലെ കഴിക്കാം. ബാക്കി കാര്യങ്ങൾ രാവിലെ ഉണരുന്നതും ബാക്കി കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. നാളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടി പരാമർശിക്കാം. നാളെ എണ്ണ തേച്ച് കുളിക്കുന്നത് ഉത്തമമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഇപ്രകാരം തന്നെ കുളിക്കണം. ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ ഇരിക്കരുത് എന്ന കാര്യവും ഓർക്കുക. രോഗം അല്ലെങ്കിൽ അസുഖബാധിതരായ വ്യക്തികളാണ് എങ്കിൽ അവർക്ക് കുളിക്കാതിരിക്കാം, അതിൽ തെറ്റില്ല. അല്ലാത്തവർ തീർച്ചയായും കുളിക്കുക. ചൂല് നാളെ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. വൃത്തിയുള്ള തുണി വിരിച്ചതിന് ശേഷം അതിന് മുകളിലായി ചൂല് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂലിനടിയിൽ വൃത്തിയുള്ള തുണി വിരിച്ചതിന് ശേഷമാണ് ചൂല് വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സഹായം ഇന്നേ ദിവസം ആര് തന്നെ ചോദിച്ചു വരികയാണ് എങ്കിലും അവരെ സഹായിക്കാതെ ഇരിക്കരുത്. അർഹരായ വ്യക്തികളെ സഹായിക്കുക. സ്ത്രീകളുടെ മനസ്സ് ഇന്നേ ദിവസം വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. മറ്റ് ദിവസങ്ങളിൽ പാടും എന്നല്ല പറഞ്ഞത്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. കുട്ടികളെ അനാവശ്യമായി വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല, ഉപദ്രവിക്കുവാനും പാടുള്ളതല്ല. വൈകുന്നേരം പ്രത്യേകിച്ചും ഉച്ചത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ്. ആ കാര്യവും ഓർക്കുക. പ്രത്യേകിച്ച് കലഹം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക.